ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത്, ഈ കടത്തി വിദേശത്ത് കൊണ്ടുപോകുന്ന സ്ത്രീകളെ പൈസയ്ക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്ത്രീകളെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലീന, സിന്ധു ആൻഡ് മഞ്ജിമ. 2 പേരെയും കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇവർ ദുബായിലാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു കേസ് നമ്മുടെ നാട്ടിലെ സോക്കാൾഡ് സെലിബ്രിറ്റീസിന്റെ പേരിലോട്ടൊക്കെ നീണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഈ അലീനയുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ഔറംഗസീബ്, പുള്ളി ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. ഇദ്ദേഹം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെന്നുള്ള രീതിയിൽ. ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഈ ഒരു കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഫാഷൻ ഷോ പ്രൊമോട്ട് ചെയ്യാനുള്ള സെലിബ്രിറ്റീസ് ആരൊക്കെയാണ്, അവരെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം ആദ്യം. ഇതുവരെ ഈ അലീന എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോസ് മാത്രമായിരുന്നു പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സിന്ധു ആൻഡ് മഞ്ജിമ, ഇവരുടെ 3 പേരുടെയും ഫോട്ടോസ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ഇതാണ് അറസ്റ്റിലായിട്ടുള്ള 3 പേര്. ന്യൂസിനകത്ത് പറയുന്നത് 25,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു പരിപാടി ചെയ്തതെന്നാണ് ന്യൂസ്. ആദ്യം ഒന്ന് വെക്കാം. പല യുവതികളെയും ഇവർ കൊണ്ടുപോകുന്നത് വിസിറ്റിംഗ് വിസയിലാണ്. അവിടെ എത്തിച്ച ശേഷം 57 ദിവസം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഇവരെ അവിടെ എത്തിക്കുന്ന ഘട്ടത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട അവിടെ എത്തിക്കുന്നതോടുകൂടി ഇവരെ തടങ്കലിലാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഇവരുടെ ചിത്രങ്ങൾ വാട്സപ്പ് വഴി മറ്റിടപാടുകാർക്ക് അയച്ചു നൽകും. അങ്ങനെ ഡീൽ ഉറപ്പിക്കും. ഒരു 25,000-ഓളം രൂപയാണ് ഈ ലൈംഗിക ചൂഷണത്തിന് ഒത്താശ ചെയ്യുമ്പോൾ ഈ റാക്കറ്റിന് കിട്ടുന്നത്. അങ്ങനെ ഒരു ദിവസം ലക്ഷങ്ങളുടെ ഇടപാട് നടക്കുന്നു. അങ്ങനെ ആ ലൈംഗിക ചൂഷണം നടക്കുമ്പോൾ അത് ഒളിക്യാമറയിൽ പകർത്തും. അത് കാട്ടി പിന്നീട് യുവതികളെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ അവിടെ എത്തിച്ച ശേഷം മോഡലിംഗ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തിച്ച ശേഷം ഇത്തരത്തിൽ അപ്പാർട്ട്മെന്റിൽ തടങ്കലിലാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അതിൽ മാസ്റ്റർ ബ്രെയിൻ സിന്ധു ആണ്. അതോടൊപ്പം ഈ ഏജന്റുമാരായിട്ടുള്ളവരാണ് അലീന, അതോടൊപ്പം തന്നെ മഞ്ജിമ അറസ്റ്റ് ആയിട്ടുള്ളവർ. സിന്ധുവിനെ എത്തിച്ചെന്ന് ചോദ്യം ചെയ്യും. ഇതോടൊപ്പമാണ് സിനിമ സീരിയൽ മേഖലയിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ മുഖ്യപ്രതി സിന്ധുവിന്റെ മകളുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ചില താരങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ താരങ്ങൾക്ക് ഈ റാക്കറ്റുമായി ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടോ എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഈ 25,000 രൂപ എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ എമൗണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യൂടെ? ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് കൊണ്ടുപോകുന്നില്ല. എന്നിട്ട് 25,000 രൂപ ഒന്നും ആയിരിക്കത്തില്ല. ആ ഒരു കണക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് പറയുന്നത് ചില താരങ്ങളിലോട്ട് ഇത് നീളുന്നു. ഈ സിന്ധു എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയുടെ മകൾക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് നേരത്തെ പറഞ്ഞ ഫാഷൻ ഷോ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുമായിട്ട് പല താരങ്ങൾക്കും ബന്ധമുണ്ട്. അന്നേരം അവർക്കും ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിലോട്ട് കേസ് പോകുന്നത്. ഇനി നമുക്ക് ആ ഫാഷൻ ഷോയെ പറ്റി പറയാം. റൂഹ് ഹയാത്തി എന്ന് പറയുന്ന ഒരു ഫാഷൻ ഷോ ആയിരുന്നു. അതിനകത്ത് ഒരുപാട് സോക്കാൾഡ് സെലിബ്രിറ്റീസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 1 പറഞ്ഞിട്ട് ഇതുപോലെ കുറെ പോസ്റ്റേഴ്സ് ഒക്കെ അടിച്ചിറക്കിയതാണ്. കൊറിയോഗ്രാഫർ ആൻഡ് ഗ്രൂമർ ആൻഡ് പാരീസ് ലക്ഷ്മി എന്ന പിന്നെ മുടിവളർത്തിയ വേറൊരുത്തൻ, ഇവനൊക്കെ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്താണെന്ന് തോന്നുന്നു. പിന്നീട് ദാലു കൃഷ്ണദാസ്, ഇയാളാണ് നേരത്തെ പറഞ്ഞ മോഡലിംഗ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അതൊക്കെ നടത്തി ഈ ഫാഷൻ ഷോയും നടന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ആളുകൾ ഓക്കെ, ജെനുവിനായിട്ടുള്ള കുറേ ഫേസസ്, സെലിബ്രിറ്റീസ്, മോഡലിംഗ് രംഗത്തുള്ള കുറേ ആളുകൾ പങ്കെടുക്കുന്നു. അപ്പം ജെനുവിനാണെന്ന് തോന്നിയിട്ട് ഇവരുടെ ഒരു പ്രൊഫൈലും കൂടെ ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫാഷൻ ഷോ പ്രൊമോട്ട് ചെയ്ത കുറേ സോക്കാൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇവരെയൊന്നും ഇൻഫ്ലുവൻസേഴ്സ് വിളിക്കുന്നില്ല, എന്നാലും പൊതുവെ അങ്ങനെ വിളിക്കുന്നതിന്റെ പേരിൽ പറയുന്നതാണ്. ഇവർ പ്രൊമോട്ട് ചെയ്ത വീഡിയോ നമ്മുടെ കഴിഞ്ഞ ദിവസം സായി എടുത്ത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനൊന്ന് വെക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണൂ. സുന്ദരികൾക്കും സുന്ദരന്മാർക്കും ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചുറ്റും തന്നെ പ്രൊഫഷണൽ മോഡൽ ആവാനായിട്ട് സ്വപ്നം കണ്ടു നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും അല്ലെ? അതുപോലെ തന്നെ കോൺഫിഡൻസും സ്റ്റൈലും ക്യാമറ പ്രസൻസ് ഒക്കെ ഒരു പ്രൊഫഷണൽ വേയിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരും ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വരുന്ന ജനുവരി 31 ഇവിടെ ഒരു ഫാഷൻ മോഡലിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഫാഷൻ കൊറിയോഗ്രാഫർ ദാലു കൃഷ്ണയാണ്. അതുപോലെ ഷോ ഡയറക്ട് ചെയ്യുന്നത് വിജേഷ് വയലാറാണ്. കൂടാതെ ഫെബ്രുവരി 1 റൂഹ് ഹയാത്തി ഇന്റർനാഷണൽ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. സോ ഈ ജനുവരി 31 നടക്കുന്ന മോഡലിംഗ് വർക്ക്ഷോപ്പിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ഈ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുക്കാനുള്ള ഒരു സുവർണ അവസരം കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഹലോ ദുബായ്, ഈ സുഹൃത്തമ്പിക്ക് എന്തുവാണ് ഈ ദുബായ് പണി? എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറെ കമന്റ്സ് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു, ഇവിടെ പണി എന്താണ് ദുബായിലുള്ള ആൾക്കാർക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട്. വാട്ട് എവർ, എന്തിനാണ് എന്തോ. ആൻഡ് ഇതാണ് ദാലു കൃഷ്ണ, പുള്ളി അറിയാമായിരിക്കുമല്ലോ, ഫാഷൻ കൊറിയോഗ്രാഫർ. ഇദ്ദേഹമാണ് മറ്റേ മോഡലിംഗ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. Dalu Krishnadas, the fashion director, groomer, choreographer. Aliza Events and Dalu Krishnadas present a one
ഈ അലീസ ഇവന്റ്സ് ആണ് ഇത് കോർഡിനേറ്റ് ചെയ്തേക്കുന്നത്, നടത്തിയേക്കുന്നത്. workshop on this January 25th at Dubai. Hey guys, രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക, ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഭാഗമാകുക. Hi everyone, Namaskaram, ഞാൻ Ranjini Haridas and I have some exciting news for all of you. Do you want to become a professional model? Well, then I have the answer for you. Elisa Events നിങ്ങൾക്ക് വേണ്ടി ഈ വരുന്ന ജനുവരി 31 ഒരു മോഡലിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നു as part of the International Fashion Week. ഒരു പ്രൊഫഷണൽ മോഡൽ ആവാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ വർക്ക്ഷോപ്പിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. So you can learn how to walk the ramp, you can have training in camera and photo shoots, acting audition workshops, grooming, skincare and so much more. What makes this even more special is നിങ്ങളിൽ നിന്നും സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് മോഡൽസിന് അവരുടെ ഇന്റർനാഷണൽ ഫാഷൻ വീക്കിൽ പങ്കെടുക്കാനും ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഡു നോട്ട്. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ മെറീനയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോഡൽ എന്നുള്ള ലേബിളിലാണ്. മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ ക്യാരി ചെയ്യുന്നു, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ നമ്മളെ പ്രസന്റ് ചെയ്യുന്നു, നമ്മൾ ഏത് രീതിയിൽ സംസാരിക്കണം, ഏത് രീതിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യണം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നമ്മളുടെ ഒരു അപ്പിയറൻസും പ്രസൻസും അറിയിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി റാമ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏത് അറ്റയർ ഇടുമ്പം എങ്ങനെ പോസ് ചെയ്യണം, എങ്ങനെ ക്യാമറയെ ഫേസ് ചെയ്യണം. സോ മോഡൽ എന്നുള്ള രീതിയിൽ നിന്ന് ഞാൻ കരിയർ തുടങ്ങിയപ്പോൾ തന്നെ ആസ് എൻ ആക്ട്രസ് എത്തിയപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഗ്രൂമിംഗ് ഫാക്ടർ. സോ നിങ്ങൾ ദുബായിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അടിപൊളി ഓഫർ വന്നിരിക്കുകയാണ്. ഈ വരുന്ന ജനുവരി 31 ഡാലു കൃഷ്ണദാസ് എന്റെ ഫാഷൻ ഗുരുവാണ്. ഡാലു നിങ്ങൾ ഗ്രൂം ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഗ്രൂമിംഗ് വർക്ക്ഷോപ്പ് നടക്കുന്നത് ജനുവരി 31 മാൻഹാട്ടൻ ഹോട്ടലിൽ വെച്ചിട്ടാണ് ദുബായിൽ. മാത്രമല്ല ഇതിൽ ഗ്രൂം ചെയ്യപ്പെടുന്ന സ്റ്റുഡൻസിന് ഇന്റർനാഷണൽ ഒരു ഫാഷൻ വീക്കിൽ വാക്ക് ചെയ്യാനുള്ള അവസരം കൂടെ നൽകുകയാണ്. അലിസ ഇവന്റ്സ് ആണ് ഈ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ, അതായത് ഫെബ്രുവരി 1 ഇന്റർനാഷണൽ ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രഞ്ജിനി ചേച്ചി, ഞാൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു ഇവന്റ് ആണ്. ഇപ്പം ഈ അലീസ ഇവന്റ്സ് എന്ന് പറയുന്ന പേര് ഇവരെല്ലാവരും പറയുന്നുണ്ട്, ഇവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് നോക്കുവാണെങ്കിൽ ഇപ്പൊ നിലവിൽ ഈ സാധനം ഇല്ല. യു ട്രസ്റ്റഡ് പാർട്ണർ ഫോർ മൂവി പ്രൊമോഷൻ, സ്റ്റേജ് ഷോ, ഫാഷൻ ഷോ, വെഡിങ് അഡ്വർടൈസ്മെന്റ്. അപ്പം മൂവി, ഫാഷൻ ഷോ, സ്റ്റേജ് ഷോ ഇതെല്ലാം ഇവർ കണ്ടക്ട് ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ഒരു ഇവന്റ് ഈ സിന്ധുവിന്റെ മകളുടെ അല്ലെങ്കിൽ ഈ സിന്ധുവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സിന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള ഇവന്റ് കമ്പനിയാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഈ സിന്ധു ആണ് ഇതിനകത്ത് മെയിൻ കിങ് പിൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഈ പറയുന്ന സോകാൾഡ് സെലിബ്രിറ്റീസിന്റെ ഫേസ് ഉപയോഗിച്ച് ഒരു ട്രസ്റ്റ് ആളുകളിൽ വളർത്തിയെടുത്തു, കൂടുതൽ സ്ത്രീകളെ, ഈ മോഡലിംഗ് ആഗ്രഹിക്കുന്ന ആളുകളെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നു, അവരെ ട്രാപ്പ് ചെയ്തു. ഇതിനകത്ത് ഒന്നും അറിയാത്ത നമ്മുടെ പാവപ്പെട്ട സെലിബ്രിറ്റീസ് ഉണ്ടാവും, ചിലപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഉണ്ടാവും, പറയാൻ പറ്റത്തില്ല. അവർ പറഞ്ഞുകൊണ്ടായിരിക്കും അതിൽ തന്തില്ലാത്ത പരിപാടികൾ നടക്കുന്നത്. ചെകഞ്ഞ് എന്നാലേ എന്താണ് അതിൻ്റെ അകത്തുള്ളതെന്ന് മനസ്സിലാവത്തുള്ളൂ. ഒരലവലാദികളും ഈ വീഡിയോ കാണിച്ച ഒരലവലാദികൾ പോലും ഒരു റിപ്ലൈ ആയിട്ട് പോലും വന്നിട്ടില്ല ഇതുവരെ. ഇനി ഈ ഷോ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഇവരെല്ലാം പറയുന്ന പോലെ വിജേഷ് വയലാർ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറെ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഫാഷൻ ഷോയുടെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഫാഷൻ വീക്ക് 2026 അലീസ ഇവന്റ് ഒഫീഷ്യൽ ആൻഡ് കല്യാൺ സിൽക്സ് പ്രസന്റ്. കല്യാൺ സിൽക്സ് പുറത്ത് നോക്കുകയാണെങ്കിൽ കല്യാൺ സിൽക്സിന്റെ ലോഗോ വരെ കാണാം. അവർ വരെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ഒരു ഷോ ആണിത്. കൊറിയോഗ്രാഫർ ദാലു കൃഷ്ണദാസ്, ഹോസ്റ്റ് രഞ്ജിനി ഹരിദാസ്, എല്ലാവരുടെയും പേരും നാളെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടായി ഈ വ്യക്തിയാണ് ഷോ ഡയറക്ടർ. രഞ്ജിനി ഹരിദാസും ദാലു കൃഷ്ണദാസും ഒക്കെ നിൽപ്പുണ്ട് അപ്പുറമായിട്ട്. അടുത്ത ഫോട്ടോ ഈ ബാക്ക് നിൽക്കുന്ന നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മറീന മൈക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സഞ്ജു ടെക്കിന്റെ വൈഫ് ഉണ്ടല്ലോ നന്നു, പുള്ളിക്കാരത്തി ഉണ്ട്. പാരീസ് ലക്ഷ്മി ഉണ്ട്, അവന്തിക ഉണ്ട്, സീരിയൽ ആക്ട്രസ്. കുറെ ആൾക്കാരെ കാണാൻ പറ്റും. ഈ സോഷ്യൽ മീഡിയ കിടക്കുന്ന കുറെ ടീംസ് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. രഞ്ജിനി ഹരിദാസും ദാലുകൃഷ്ണദാസും നിൽക്കുന്ന ഫോട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാൻ പറ്റും. അവന്തിക, നന്നു ഉണ്ട്. ഈ മുടിവളത്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഈ സോഷ്യൽ മീഡിയ, സിനിമാ രംഗത്ത്, ഫാഷൻ രംഗത്ത്, അതുപോലെ തന്നെ സീരിയൽ രംഗത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളെ പിടിച്ചു വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ഇവരിലെല്ലാവരിലോട്ടും അന്വേഷണം പോകണം. ഇവരുടെയൊക്കെ റോൾ എന്തായിരുന്നു അറിയണമല്ലോ. ഇവരെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും അന്വേഷണ വിധേയമാകേണ്ടതുമാണ്. ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും ഇൻസ്റ്റാഗ്രാം ID ഞാൻ പരിശോധിച്ചു. ഈ ദാലു കൃഷ്ണദാസ് ഒഴിച്ച് വേറെ ആരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റോ ഒന്നും ഇട്ടിട്ടില്ല. ദാലു കൃഷ്ണദാസ് ഇട്ട പോസ്റ്റ് ഞാനാണെന്ന് വെക്കാം, ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പ്രിയപ്പെട്ട മാധ്യമങ്ങളോട്, പൊതുസമൂഹത്തോടും, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഈ ഒരു പരിപാടിയുമായിട്ട്
അല്ലെങ്കിൽ ഇതുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നും ഇല്ല എന്നുള്ളത് ആ തരത്തിലുള്ള പോസ്റ്റ് ഒന്നുമല്ല. അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചില ക്രിമിനൽ കേസുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതിനോട് പൊതുസമൂഹം പ്രതികരിക്കുന്നതും ഏറെ ആശങ്കാജനകമാണ്. സോഷ്യൽ മീഡിയയിൽ ആകർഷകമായ ചിത്രങ്ങൾ പങ്കുവെക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ പിടിയിലാകുന്നവരെ മോഡൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരമെന്ന് വിളിക്കുകയാണ് മാധ്യമങ്ങൾ. കൂടുതൽ കാഴ്ചകളെയും ക്ലിക്കുകളെയും നേടാൻ വേണ്ടി നടത്തുന്ന ഈ സോഷ്യലിസം ഒരു വലിയ പ്രൊമോഷണൽ മേഖലയും അതിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെയും പ്രതിസന്ധിയിലാക്കുന്നു. ഫാഷൻ, പരസ്യ, മോഡലിംഗ് മേഖല കഠിനാധ്വാനം, സമർപ്പണം ആവശ്യപ്പെടുന്നവയാണ്. ഈ മേഖലയിലെ ഒട്ടനവധി യുവതിയുവാക്കളും അവർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫർമാർ, ഫാഷൻ സ്റ്റൈലിസ്റ്റുകൾ, ഡിസൈനർമാർ തുടങ്ങിയവരെല്ലാം അന്തസ്സോടെ ജോലി ചെയ്യുന്നു. എന്നാൽ ഈ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില വ്യക്തികൾക്ക് മാധ്യമങ്ങൾ മോഡൽ എന്ന പദം പ്രയോഗിക്കുന്നത് കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ മുഴുവൻ സമൂഹത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നു. സംഭവം ശരിയാണ്. ഈ മറ്റേ അവളെ മോഡൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ കാണുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 4 ഇക്കിളി ഫോട്ടോ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് പ്രൊഫൈലിന്റെ ബയോയ്ക്കകത്ത് മോഡൽ എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോഴുള്ള എല്ലാണോ മോഡലാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. പ്രോപ്പറായിട്ട് പഠിച്ച് അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. ഈ മാതിരി കണ്ണൻ ദ്രീവി അലീനെ പോലുള്ളവന്മാരും കാണിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നത് ശരിയാണ്. ഈ പ്രവണതകൾ ഉളവാക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. തൊഴിൽ മേഖലയെ അടിച്ചമർത്തൽ. മാധ്യമങ്ങളുടെ ഈ സമീപനം യഥാർത്ഥ പ്രൊഫഷണലുകളെ പൊതുസമൂഹം തെറ്റായ കണ്ണോടെ കാണാൻ കാരണമാകുന്നു. ഇത് ആഗോള തലമുറയ്ക്ക് വലിയ തിരിച്ചടിയാണ്. പശ്ചാത്തല പരിശോധനയിലെ വീഴ്ച. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ യഥാർത്ഥ പശ്ചാത്തലവും വരുമാന സ്രോതസ്സും അന്വേഷിക്കാൻ പകരം അവരുടെ ഇൻസ്റ്റാഗ്രാം ചിത്രങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി വിലയിരുത്തുന്ന അപലനീയമാണ്. സൈബർ ആക്രമണവും വേട്ടയാടലും. മാധ്യമങ്ങളുടെ ഇത്തരം ലേബലിംഗ് ഫലമായി ഈ മേഖലയിൽ നിരപരാധികളായ മറ്റു പലരും കടുത്ത സൈബർ ആക്രമണങ്ങൾക്ക് ഇരകൾ ആകുന്നു. അതുകൊണ്ട് എന്ത് തേങ്ങ ഇവരുടെ ഈ മോഡലിംഗ് ഇങ്ങനൊന്നും അല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ്. അല്ലാതെ നേരത്തെ പറഞ്ഞ ഫാഷൻ വീക്കിൽ ഇവർ പോയി പങ്കെടുത്തു, അതിനകത്ത് എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു മാങ്ങാത്തൊലിയും ഇതിനകത്ത് എഴുതി വെച്ചിട്ടില്ല. ഇവർ നോക്കുമ്പോൾ എന്താണ്, ഇവരുടെ നിലനിൽപ്പിനെ ഇത് ബാധിക്കും. ഈ ഫാഷന്റെ മറവിൽ ഈ പരിപാടിയാണ് നടക്കുന്നത് എന്ന് ഒരു നറേഷൻ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ മാധ്യമങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രൊഫഷനെ അത് ബാധിക്കും. അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ്. ഇത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള കുറെ ടീംസ് ഒക്കെ അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ഇല്ലേ. രഞ്ജിനി ഹരിദാസിനൊക്കെ നല്ല നാക്കുള്ള ടീമാണ്. ഒരക്ഷരം പോലും ഇതിനെപ്പറ്റി മിണ്ടുന്ന കാണുന്ന കണ്ടിട്ടില്ല. രഞ്ജിനി ഹരിദാസിന്റെ ഇൻസ്റ്റാഗ്രാം നോക്കാം, നാണ്ടെ റീല് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് സമയമുണ്ട്. വുമൺ ഡിസേബിലിറ്റി ഗ്യാങ് റേപ്പ് ഇൻ പുടുക്കോട്ടൈ. വേറെ ഏതോ ഒരു സ്ഥലത്ത് നടന്ന ഒരു ഗ്യാങ് റേപ്പിനെ പറ്റിയുള്ള ന്യൂസ് എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ, സിൻസ് ദ സുപ്രീം കോർട്ട് വാണ്ട് ടു കിൽ അഗ്രസീവ് ഡോഗ്, ഹൗ അബൌട്ട് ദേ ആൾസോ പാസ് ആൻ ഓർഡർ ടു കിൽ ഓൾ റേപ്പിസ്റ്റ് ഒൺലി സീംസ് ഫെയർ എന്നും പറഞ്ഞിട്ട് ഇതിനെയൊക്കെ പറ്റി സംസാരിക്കാൻ, സ്വന്തമായിട്ട് ഒരു കേസിനകത്ത് പേര് വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ രഞ്ജിനി ഹരിദാസിന് സമയമില്ല. വേണ്ട, ബാക്കിയുള്ള പരിപാടികളെല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷെ റീലിടുന്നതിന് സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. ഇവർ പങ്കെടുത്തൊരു പ്രോഗ്രാമിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇത്രയും ഒരു മനുഷ്യക്കടത്തും ഇവർ ഈ എടുത്തു വെച്ച ന്യൂസിനേക്കാളും അത്രയും പ്രാധാന്യമുള്ള വേറൊരു സംഭവം നടന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയേ വേണ്ട. അതുപോലെ തന്നെ ശ്രുതി തമ്പി, പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി വ്ളോഗിന്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു റീലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റീൽ നിങ്ങൾ കാണണേ. ഭർത്താവിനടുത്ത് ഒരു മുഖം, കാമുകനടുത്ത് മറ്റൊരു മുഖം, അത് തെറ്റാണോ എന്ന് ചോദിക്കുന്നു. ഒരാൾക്ക് 25 വയസ്സുള്ള കാമുകന് 25 വയസ്സ്. നമ്മുടെ നാഗചേച്ചിയുടെ റീലിന്റെ ഡബിങ് കോമഡി സാധനം എന്തൊരു ഊളകളാണോ എന്തോ. ബാക്കി എല്ലാത്തിനും നാക്കുണ്ട്, ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഇവര് റെസ്പോൺസിബിൾ ആണ്. ഇവരുടെ മുഖം കണ്ടിട്ടാണ് ഈ പറയുന്ന സ്ത്രീകൾ ഇതിനകത്ത് പോയി പെട്ടത്. രഞ്ജിനി ഹരിദാസിനെ പോലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ദാലു കൃഷ്ണദാസിനെ പോലുള്ള ടീംസ് ഒക്കെ വന്ന് പറയുന്ന സമയത്ത് ഓക്കെ ഇത് ട്രസ്റ്റബിൾ ആണ്, ഇവർ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവരാണ് എന്ന് വിശ്വസിച്ചിട്ട് പോയിട്ട് പെട്ട സ്ത്രീകൾക്ക് പുല്ല് വിലയല്ലേ കൊടുക്കുന്ന ഇവളുമാരൊക്കെ. ഇതാണ് ഗൈസ് ഇൻഫ്ലുവൻസേഴ്സ്. ഇവളുമാരെയൊക്കെ തന്നെ വിളിക്കണം ഇൻഫ്ലുവൻസേഴ്സ് എന്ന്. എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ആരെങ്കിലും 4 പൈസ കൊണ്ട് നക്കി നീട്ടി കഴിഞ്ഞാൽ അത് മേടിച്ച് വെച്ചിട്ട് എന്ത് തന്തയില്ലായ്മയും ഈ പ്രൊമോഷൻ എന്നും പറഞ്ഞ് വലിച്ചു കീറി അങ്ങ് പടച്ചങ്ങ് വിടും. സ്ക്രിപ്റ്റ് നോക്കി വായിക്കും. ദുബായ് വെച്ചിട്ട് ഫാഷൻ വീക്ക് നടക്കുന്നു, അവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഒലത്തി തരാം മറ്റേത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പടച്ചങ്ങ് വിടും. പൈസ മേടിച്ച് കീശയും വെച്ചിട്ട് അങ്ങ് പോകും. ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ എന്ത് കടന്നാലും. ആൻഡ് ഇത് കഴിഞ്ഞ് ഈ ഔറംഗസീബ് ഈ അലീനയുടെ പാർട്ട്ണറാണ്. കല്യാണം കഴിച്ചിട്ടുണ്ടോ അതോ കാമുകിയാണോ ലിവിങ് ടുഗദർ ആണോ എന്തോ ഒരു തസ്തികയിലുള്ള പുള്ളിയുടെ പാർട്ട്ണറാണ് ഔറംഗസീബ്. കേരളത്തിലെ പ്രശസ്തയായിട്ടുള്ള ഒരു കുപ്രസിദ്ധ ഗുണ്ട കൂടിയാണ്. ഒരുപാട് കേസുകളിൽ, നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഗുണ്ട ഔറംഗസീബ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നമസ്കാരം, ഔറംഗസീബാണ്. ഇന്നും ഇന്നലെയായിട്ട് ഒരുപാട് ന്യൂസ് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ചാനലിൽ മൊത്തം ന്യൂസായിരുന്നു. ഇവിടെ ദുബായിക്ക് ആളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ട് പീഡിപ്പിച്ച്
മയക്കുമരുന്ന് കൊടുത്ത് നിൽക്കാം. എൻ്റെ പൊന്ന് ചാനലുകാരെ, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പുറത്തേക്ക് വിടുക. കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് പുറത്ത് വിടുക. വെറുതെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചാനലിൽ വന്നിരുന്നുകൊണ്ട് നിങ്ങളെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയല്ലേ. എന്റെ പൊന്ന ഔറംഗസീബ് അണ്ണ, നമ്മുടെ ഒരു ചാനലുകാർക്കും അണ്ണന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ അണ്ണന്റെ പാർട്ട്ണറിന്റെ ഫോട്ടോയോ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യകതയില്ല. ഇപ്പൊ റീച്ച് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളെ എനിക്കറിയത്തില്ലായിരുന്നു. ഈ ഒരു കേസ് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറിനെ നമുക്കറിയത്തില്ലായിരുന്നു. പുള്ളിക്കാരത്തിന്റെ ഇൻസ്റ്റാഗ്രാം നല്ല രീതിയിൽ ഫോളോവേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നല്ലോ. ഇത്രയും നാൾ ഫോട്ടോ ഇട്ടിട്ട് ഇത്രയും റീൽ ഇട്ടിട്ടും കിട്ടാത്തത്ര റീച്ചാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്. ആഘോഷിക്കണ്ട അത്. അണ്ണന്റെ കേസിന്റെ ഒക്കെ ന്യൂസ് എല്ലാം കൂടെ കട്ട് ചെയ്ത് മാരക ബാക്ക്ഗ്രൗണ്ട് സ്കോറും കയറ്റിയിട്ട് റീൽ ഇടുന്ന അണ്ണ ഇല്ലയോ? അണ്ണ അന്നേരം ഇതും ആഘോഷിക്കണ്ട. ഈ ന്യൂസ് പുറത്തു വിട്ടത് ന്യൂസുകാരൊന്നും അല്ല, ന്യൂസുകാർ ബ്രേക്ക് ചെയ്തതുമല്ല. ഇത് കേസായ സമയത്ത് പുറത്തു വന്നതാണ്. അല്ലാതെ ആരുടെയും വീട്ടിൽ പോയിട്ട് ഇന്നാ പുതിയ വാർത്ത എന്നും പറഞ്ഞ് ബുക്ക് എടുത്തോണ്ട് വന്നതൊന്നും അല്ല. ഈ പരാതിക്കാരി ആയ കുട്ടി എത്ര വർഷം ദുബായിലുണ്ടായിന്ന് ആദ്യം അന്വേഷിക്കും. 3 മാസം കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി പിടിപ്പിച്ചെന്നല്ലേ പറഞ്ഞത്. എത്ര വർഷം ഉണ്ടായി, അത് ആരുടെ കെയർ ഓഫിൽ അവിടെ ഉണ്ടായിരുന്നത്, ആരാണ് അതിന്റെ പിന്നിൽ നിന്നും ഒന്ന് കറക്റ്റ് അന്വേഷിക്കും. എന്തിനാ അന്വേഷിക്കുന്നത്? അണ്ണൻ അറിയെങ്കിൽ അണ്ണൻ ഇനി പറയണ. അണ്ണൻ ഗുണ്ടയില്ല, അണ്ണൻ ഇത്രയും വലിയ ധൈര്യമുള്ള ആളില്ല. അണ്ണൻ പറയണ. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പെണ്ണായതുകൊണ്ട് അതിനെ ഇത്രയധികം ക്രൂശിക്കരുത്. കാര്യം ആണുങ്ങളെ വേണമെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കും. ഇതല്ലാന്ന് ഈ ചാനലിലും ഇതിലൊക്കെ വന്നിരുന്ന് കമൻറ്റുകൾ, അഡ്രസ്സും പേരൊന്നുമില്ല, ഫേക്കായിട്ടുള്ള കുറേ കമൻറ്റൊക്കെ ഇട്ടിട്ട് കുറേ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ഇതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ഇത്തിരിയെങ്കിലും ഇതുണ്ടെങ്കിൽ ബോധം ഉണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കുക. ചാനലുകാരുടെ അടുത്താണ് പ്രത്യേകം പറഞ്ഞത്. അണ്ണന് ഗട്ട്സ് ഉണ്ടെങ്കിൽ, അണ്ണൻ ഒരു പേരെടുത്ത ഗുണ്ടയാണല്ലോ, അണ്ണൻ എന്തായാലും ഗട്ട്സ് ഉണ്ടാവുമല്ലോ. അണ്ണൻ എന്തായാലും തുറന്നു പറയൂ, ആരാണ് നിങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചത്. നിങ്ങളുടെ പാർട്ട്ണർ നിരവധി അണ്ണൻ തെളിയിക്കൂ, എവിഡൻസ് വെച്ച് തെളിയിക്കൂ. അന്നേരം ഈ പറഞ്ഞ ചാനലുകാരെല്ലാം മാറ്റി പറയും ഉള്ളതാണെങ്കിൽ. ഇത് അണ്ണൻ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ വന്ന് ഇങ്ങനെ ഇരുന്ന് റീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അണ്ണന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നമ്മളൊന്ന് വിചാരിക്കും. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഫോളോവേഴ്സ് എനിക്കൂടെ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഡിപ്പാർട്ട്മെന്റിന് എനിക്ക് വിശ്വാസമാണ്, അന്നും വിശ്വാസമാണ്. ആ ഡിപ്പാർട്ട്മെന്റാണ് ഇത് പുറത്തുവിട്ടത്. ഇത് വേറെ ആരും പുറത്തുവിട്ടതൊന്നും അല്ല. അണ്ണന് വിശ്വാസമുള്ള അതേ ഡിപ്പാർട്ട്മെന്റാണ് പുറത്തുവിട്ടത്. കാര്യം അവര് ഇനി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇതൊരു ഫേക്ക് ആണെന്ന് അവരുടെ വായി കൊണ്ട് തന്നെ കിട്ടും. ഇന്നലെ ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞ കൊച്ചി കമ്മീഷണറാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്നാണ് ഇത് പറഞ്ഞത്, അല്ലാതെ വേറെ ആരും അല്ല ഇത് പറഞ്ഞത്. അവര് കണ്ടുപിടിച്ചിട്ട് അവരുടെ വാ കൊണ്ട് വന്ന് പറഞ്ഞതാണ്. തെളിവുണ്ടായിട്ടായിരിക്കണമല്ലോ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് അങ്ങേര് മറ്റേ മീശ കൊമ്പമീശ ഉള്ള പുള്ളി വന്നിട്ട് സംസാരിച്ചത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതിക്കാരിയായ കുട്ടി 3 മാസം ദുബായിലുണ്ടായെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത്ര വർഷം അവർ നിന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുവിധമുള്ള ആക്ടേഴ്സ് എല്ലാവരും ഈ ഒരു ഇപ്പം അലീനയുടെ ഒരു പ്രൊമോഷൻ വർക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. പ്രൊമോഷൻ ചെയ്യുന്ന വർക്കൊക്കെ എല്ലാവരും ഇട്ട പ്രൊമോഷൻ വർക്ക് ഉണ്ട്. അത് അലീനയുടെ മാത്രം എടുത്ത് കാണിക്കണുള്ളൂ. അണ്ണൻ ആ പറഞ്ഞത് പോയിന്റ്. എന്തുകൊണ്ട് അലീനയുടെ മാത്രം കാണിക്കുന്നു? ഇത്രയോ സെലിബ്രിറ്റീസ്, രഞ്ജിനി ഹരിദാസ്, മറീന മൈക്കിൾ, ഈ പറയുന്ന ദാലു കൃഷ്ണൻ, ഇവരെല്ലാവരും പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒന്നും അതൊക്കെ തൊട്ടിത്തരമാണ്, അതൊന്നും കാണിക്കണം. മീഡിയാസ് ഒന്നും ഇവരുടെ പേര് പോലും മിണ്ടിയിട്ടില്ല ഇതുവരെ. അതൊക്കെ ശരിയാണ്. പിന്നെ അണ്ണൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, എന്തുകൊണ്ട് അലീന മാത്രം? ഈ പരാതി പോയേക്കുന്നത് അലീനയ്ക്കെതിരെയാണ്. അപ്പൊ പിന്നെ അലീന ഇട്ട വീഡിയോ അല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഈ ബാക്കി പറയുന്ന മഞ്ജിമേ സിന്ധു ഒന്നും സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് അവരുടെ കാണിച്ചില്ല. അവളുമാരും വന്നിട്ട് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ അതും എടുത്ത് കാണിച്ചേനെ. പരാതി പോയേക്കുന്ന ആരുടെ പേരിലാണ്, അവരെ ഏത് വീഡിയോ ഇട്ടിട്ടാണ് കാണിച്ചത്, അതാണ് എടുത്ത് കാണിച്ചേക്കുന്നത്. സത്യത്തില് ഈ പറയുന്ന സോകാൾഡ് സെലിബ്രിറ്റീസിന്റെ ഫെയിം നിങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരെ നിങ്ങൾ പറ്റിക്കുകയാണെന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? അവർക്ക് വേണമെങ്കിൽ വന്ന് പറയാം, ഞങ്ങൾക്ക് പൈസ കിട്ടി, ഞങ്ങൾക്ക് ഇത് കിട്ടി, അപ്പൊ ഞങ്ങൾ വന്ന് ഇതിനകത്ത് പങ്കെടുത്തു, ഞങ്ങൾ പ്രൊമോഷൻ വർക്ക് ചെയ്തു, ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ ഇപ്പൊ ഈ അറസ്റ്റിലായ ടീംസിനൊക്കെ എഗൻസ്റ്റ് തെളിവുണ്ടായിട്ടാണ്, അല്ല വെറുതെ പോയിട്ട് ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റിലാക്കിയതല്ല. എന്തുകൊണ്ടാണ് സിന്ധു ഈ പറയുന്ന കേസ് വന്നപ്പോൾ തന്നെ അവൾ മുംബൈ വഴി കണ്ടം വഴി ഓടാൻ ശ്രമിച്ചത്? അവളെ ബുക്ക് ചെയ്തിട്ടാണ്, മുംബൈ ആയിട്ടാണ് ബുക്ക് ചെയ്തത്. ഒന്നും ചെയ്യാത്ത പുണ്യാളത്തെ ഇങ്ങനിട്ട് ഓടിച്ചിട്ട് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടായിരിക്കണം അവർ ഈ രീതിയിൽ ഈ സാധനം പൂട്ടിയേക്കുന്നത്. ഇത് ഒരു ഇവന്റിന്റെ ഭാഗമായാണ് എല്ലാവരും ഇവിടെ പോയേക്കുന്നത്. ആ ഇവന്റ്സ് വർക്ക് കഴിഞ്ഞ് അതിന്റെ ഫാഷൻ ബേർഡും കഴിഞ്ഞിട്ട് അവര് 1.5-2 മാസമായപ്പോൾ തിരിച്ചു വന്നു. പറയുമ്പോ ഇവന്റ് കഴിഞ്ഞാല് വേറെ പറയുന്നില്ല. ഈ പരാതിക്കാരി എത്ര നാള് ദുബായിൽ ഉണ്ടായെന്നും അവരുടെ പുറകിൽ ആരാ ഉള്ളതെന്നും മാത്രം അറിഞ്ഞാൽ തന്നെ ഈ കേസ് പൊട്ടിപ്പോകും. അണ്ണൻ അറിയാമെങ്കിൽ അണ്ണൻ പറയണ്ണ. അണ്ണൻ എന്തിനിങ്ങനെ പേടിക്കുന്നത്? അണ്ണൻ പേടിയുണ്ടോ? അണ്ണൻ പറയങ്ങോട്ട്, ആരാണിത് പറയൂ. ഒന്ന് മര്യാദക്കൊന്ന് വിളിച്ച് അതിനോടൊന്ന് ഇരുത്തി പരാതിക്കാരി ഇരുത്തി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാവുന്ന കേസുള്ളത്. ഇത് എന്നോടുള്ള വ്യക്തി വൈരാഗ്യം വെച്ച് എന്നെ വേറൊരു രീതിയിലും എന്നെ തളർത്താൻ പറ്റില്ല എന്നറിയാം. അപ്പം ഇങ്ങനെയൊക്കെ കുറേ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തളർന്നു പോകുന്നതാണ് അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ കുറേ കേസുണ്ടാക്കി, ഫേക്കായിട്ടുള്ള കേസ് കൊണ്ടുവന്നിട്ട് അത് ഇത്രയും വലിയൊരു മനുഷ്യക്കടത്തും ഇതൊക്കെ ആയിട്ട് ചാളയിലൊന്നും അല്ലല്ലോ ഇവിടെ വിളിച്ചുകൊണ്ട് കടത്തി കളയാനായിട്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട്
ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ ന്യൂസ് ഇട്ടതിൽ എനിക്ക് സങ്കടമൊന്നുമല്ല. കാര്യം സങ്കടത്തിൽ പെട്ട കാര്യമില്ലല്ലോ. ഇതിനി എന്തായാലും നമുക്കും സംസാരിക്കാനുള്ളതുണ്ട്. നമുക്കും വേണ്ടിയിട്ട് നിങ്ങൾ ന്യൂസ് ഇടുമെന്നറിയാം. കാര്യം സത്യസന്ധമായ കാര്യങ്ങൾ ഇനി വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തിരുത്തും. 100% തിരുത്തേണ്ട ഒരു കാര്യം. ഒരു പെൺകുട്ടീനെ ഇപ്പോൾ പിടിച്ച് അകത്തിട്ടിട്ട് അത് ഫേക്കായിട്ടുള്ളതാണ് ഈ കോടതി എന്നുള്ള സംഭവം ഉണ്ടല്ലോ. കോടതിയോട് നമുക്ക് നല്ല വിശ്വാസമാണ്, ഡിപ്പാർട്ട്മെന്റിനോട് വിശ്വാസമാണ്. അതുകൊണ്ട് ഇതിന്റെ പുറകിൽ ആരാന്ന് മാത്രം അറിഞ്ഞാൽ മതി. അണ്ണനിപ്പോൾ പറഞ്ഞ പോലെ ഇത് ഫേക്ക് ആണെങ്കിൽ ഈ പറയുന്ന എല്ലാവരും തിരുത്തും. ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ ഇതിനനുസരിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും തിരുത്തും. പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അണ്ണൻ്റെ പെണ്ണ് നിരപരാധി, ഒന്നും അറിയാത്ത ഇളാക്കുഞ്ഞ്, ക്രിമിനൽ കേസ് ഒന്നും ഇല്ലാത്ത, ഭാര്യക്കടന്ന് അടിയുണ്ടാക്കിയിട്ടില്ലാത്ത, ഒന്നും അറിയാത്ത ഇളാക്കുഞ്ഞ്, ഇതിനകത്ത് വളരെ നിരപരാധിയാണ്, പിഞ്ചു കുഞ്ഞായിരുന്നു, ഒന്നും അറിയാത്ത പാവം കുട്ടിയായിരുന്നു എന്ന് നമ്മളെല്ലാവരും വാഴ്ത്തും അലീനയെ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും അലീനയുടെ ഇന്നത്തെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടില്ലേ? ഞാൻ ഒന്ന് വെക്കാതെ. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ ഒരു കേസ് ഞാൻ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കാക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ അണ്ണാക്കി തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് അണ്ണാക്കി തരും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. ഈ അയാൾ എന്ന് ഉദ്ദേശിച്ചത് അണ്ണനെ ഇല്ലേ? അപ്പൊ അണ്ണന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ പെണ്ണ് ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നത്. ഇതൊക്കെ അണ്ണന്റെ അറിവോടുകൂടിയാണ് അണ്ണൻ ചെയ്തത്. എന്തായാലും അണ്ണൻ പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം ഗൈസ്. ഇതിൽ എത്ര ആക്ടേഴ്സ് പങ്കെടുത്തതാ? എന്തുകൊണ്ടാണ് അവരുടെ പേരൊന്നും വരാത്തത്? അവരൊന്നും ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് അതല്ല എൻ്റെ ടാർഗറ്റ്. കാര്യം എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇതിന് മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇതിലൊന്ന് പൂട്ടാമെന്ന് വിചാരിച്ചു. ഇത്ര അതിലുള്ളൂ. അതിൽ എൻ്റെ അലീന അതിൽ പെട്ടു. ഇത്രേ ഉള്ളൂ. ഇത് പെടലല്ല. ഞാൻ പറഞ്ഞില്ലേ, കർമ്മ എന്നൊരു സംഭവം ഉണ്ട്. ഇപ്പം ഇങ്ങോട്ട് ഒരടി അടിച്ചു, അത് തിരിച്ച് റിട്ടേൺ പോവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് കർമ്മയിൽ നല്ല വിശ്വാസമാണ്. പിന്നെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ആൾക്കാരെല്ലാവരും പുറത്തേക്ക് കൊണ്ടിരുന്ന സാറേ. ഒന്ന് വിശദമായിട്ട് ഒന്ന് ഈ പറഞ്ഞ പരാതിക്കാരനെ ചോദ്യം ചെയ്താൽ തന്നെ പരാതിക്കാരികൾ എന്ന് പറഞ്ഞപ്പോൾ 2 പേര് 3 പേരുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ 3 പേരെ ഇരുത്തി ഇതിൻ്റെ പുറകേൽ ആരാന്ന് പറഞ്ഞാൽ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവരെ കൊണ്ട് പരാതി കൊടുപ്പിച്ച ആൾ. അതുപോലെ ഇവരെ കുറച്ച് വീടുകളിലേക്ക് വിളിച്ച് സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. ആ നമ്പറുകൾ, അവരോട് സംസാരിച്ച വീട്ടുകാരോട് സംസാരിച്ച ആൾക്കാർ, അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടാർഗറ്റ്, ഇതിനെ ഒരു ടാർഗറ്റ് ചെയ്തിതാണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഇവരെല്ലാവരും, പരാതിക്കാരികളെല്ലാവരും ദുബായിൽ എത്ര നാളുണ്ടായിരുന്നു കൂടി ഒന്ന് അന്വേഷിക്കണം. ഇത് ഇപ്പോഴും ഞാൻ പറയണത്, ഇതിൻ്റെ പുറകിലുള്ളത് ആളെന്നേ പറയുള്ളൂ. ആരാന്ന് ശരിക്കൊന്ന് കറക്റ്റായിട്ട് അന്വേഷണത്തിലൂടെ കണ്ടെത്തണം. അപ്പോൾ തന്നെ ഈ ന്യൂസുകൾ, ഈ പറഞ്ഞ ഈ കംപ്ലീറ്റ് തെളിവ്, എവിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഇതിലില്ലാണ്ടാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കെട്ടിച്ചമച്ചൊരു വലിയൊരു ഗെയിമാണ്. അത് കറക്റ്റായിട്ട് അവർ ഇതിൽ വീണു, ഗെയിം കറക്റ്റായി. പക്ഷെ അതിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഇത് ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടി നിലത്ത് വീടും. കാര്യം ഇത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുള്ള ഫുൾ തെളിവുകൾ, എവിഡൻസ്, അത് ഞാൻ ഏത് മീഡിയക്ക് മുമ്പിലും ഒന്നും തരാൻ തയ്യാറാണ്. ഇതിൻ്റെ പുറകെ വിളിച്ച ആൾക്കാർ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു, എന്തിനാണ് ഇവരുടെ ഇതായത്, ഇതിൻ്റെ എന്താ പറയുക, ഇതുകൊണ്ടുള്ള ഗുണം ഇവർക്ക് എന്താണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 മാസം പോലും ഇവൻറ്റിൻ്റെ കൂടെ എല്ലാവരും കൂടെ പോയി നിന്ന് അവരോട് തന്നെ തിരിച്ചു വന്ന അലീന എന്ന വ്യക്തിനെ നിങ്ങൾ പ്രതിയാക്കി മെങ്കിലൊക്കെ ശരിക്കും ഫസ്റ്റ് കാണിക്കണ്ടോ? 2ാം പ്രതി ഒന്നുമില്ല, ഇത് തന്നെ കാണിച്ചോണ്ടിരിപ്പുണ്ട്. അതിൽ തന്നെ മനസ്സിലാക്കാം. പിന്നെ ഏത് പാതിരാത്രിക്കും ഏത് ഡിപ്പാർട്ട്മെൻറ്റും വിളിച്ച ഓടിച്ചെല്ലുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇതിൽ ഏതറ്റം വരെ പോകും. നമുക്ക് വേണ്ടിയുള്ള ജീവങ്ങളെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ജീവങ്ങളെ, ഞാൻ കൂടെ നിൽക്കണവരങ്ങനെയാണ്. അതിലൊരു കുഴപ്പമില്ല. അപ്പം എല്ലാവരും ഇപ്പോഴും എനിക്കൊരു മനസ്സിന് ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മനസ്സിലാക്കണം, ഞങ്ങളെ മനസ്സിലാക്കണ കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുണ്ട്. അവർക്ക് മനസ്സിലാവുന്നത് എന്താണ് അതിൻ്റെ കഥയെന്ന്. പിന്നെ ഇതിൻ്റെ ഇപ്പോഴും പറഞ്ഞ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദിയുണ്ട്. കാര്യം ഈ കേസ് റിട്ടേൺ ആകുമ്പോൾ ഈ പുറകിലുള്ളവരെ എല്ലാവരെയും തിരിച്ച് പ്രതികരിക്കണം. ഇത് പ്രതികാരമൊന്നും അല്ല കേട്ടോ, അങ്ങനെയുള്ള പ്രതികാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടു കളഞ്ഞു. അതൊന്നുമില്ല. കാര്യം ഇത് കേരള പോലീസ് ആണെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കും. അതെനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതിനുള്ള ഫുൾ തെളിവുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. അത് ഓരോ കാര്യങ്ങളാണെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരും. എനിക്കിതിൽ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഫുൾ തെളിവുമായിട്ട് മുന്നിൽ വരുമെന്നാണ് വരട്ടെ.
അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അണ്ണൻ പറഞ്ഞു വരുന്നത് ഇത് അണ്ണനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കെച്ചായിരുന്നു. മറ്റൊരു ടീം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അണ്ണൻ ഇട്ട് പണിതതാണ്. അതിനകത്ത് അലീന പെട്ടതാണ്. അലീനയെ കൊടുക്കുന്ന സമയത്ത് അണ്ണന് വേദനിക്കുമല്ലോ, ആ രീതിയിലുള്ള പരിപാടി. അത് ആരാണെന്ന് ഔറംഗണ്ണൻ തുറന്ന് പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ഓപ്പോസിറ്റ് ഉള്ളവൻ പണിഞ്ഞതാണിത്. 2 ഗ്യാങ് ഉണ്ട്. ഈ പുള്ളിയുടെ ഗ്യാങ്ങും മറ്റൊരു ഗ്യാങ്ങും. അവര് നൈസായിട്ട് തേമ്പി വിട്ട്. പക്ഷെ പണിഞ്ഞതാണെങ്കിലും ഇതൊക്കെ ഉള്ളതാണ്. മനസ്സിലായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡ്രഗ്സും മനുഷ്യക്കടത്തും കൂട്ടിക്കൊടുപ്പും ഇതൊക്കെ ഉള്ളതാണ്. ഇത് കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എവനെ പണിയാൻ വേണ്ടിയിട്ട് ഒരു വിക്ടിമിനെ ഇറക്കി, ഇത്രയും നാൾ ഇവരുടെ ഇതിനകത്ത് പെട്ടുപോയിട്ടുള്ള ഒരു വിക്ടിമിനെ ഇറക്കി നന്നായിട്ട് അങ്ങ് പണിത് വിട്ട്. പക്ഷെ എന്ന് കരുതി ഈ ഒരു സംഭവം ഇവിടെ ഇല്ലാതിരിക്കുന്നതാണെന്ന് പറയരുത്. അണ്ണൻ ഈ വന്നിരുന്നിട്ട് പാവത്താൻ കളിക്കുക. കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും. പക്ഷെ ഇതൊന്നും അല്ല ഇതിന്റെ ബാക്കിൽ നടക്കുന്ന പരിപാടി. നല്ല രീതിയിൽ ഇതിന്റെ ബാക്കിൽ പരിപാടി നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതൊക്കെയാണ് ഗൈസ് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നിലവിൽ ഈ ഒരു കേസിന്റെ ഒരു 5% മാത്രമേ എക്സ്പോസ് ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഒരുപാട് എക്സ്പോസ് ആവാനുണ്ട്. സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. വേറെ വീട്ടിൽ അപ്പോൾ ശരി, ബൈ.